നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിറ്റുകളിലേക്കാണ് നിങ്ങളിപ്പോൾ പ്രവേശിക്കുന്നത്. കയ്യിലുള്ള കലണ്ടറിലെ താളുകൾ മറിഞ്ഞു തീരാറാവുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ആവേശമാണ്, അല്ലേ? പുതിയ വർഷം, പുതിയ പ്രതീക്ഷകൾ. ഈ വർഷം ഞാൻ എല്ലാം മാറ്റും, ഇനി പഴയ ഞാനല്ല. ഇതൊക്കെ നമ്മൾ എത്ര വട്ടം നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ, അതിലെത്ര എണ്ണം ഇന്നും കൂടെയുണ്ട്? ജാനുവരിയിലെ ആവേശം ഫെബ്രുവരിയിലെ വെയിലിൽ ഉരുകിപ്പോയോ? സുഹൃത്തേ, ഇതൊരു സാധാരണ മോട്ടിവേഷണൽ വീഡിയോ അല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് സമയം നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. എന്നാൽ സത്യമതല്ല. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. ഒരു ശരാശരി മനുഷ്യന് ഏകദേശം 4000 ആഴ്ചകൾ മാത്രമാണ് ജീവിതത്തിൽ ലഭിക്കുന്നത്. അതിലെത്രയോ ആഴ്ചകൾ നമ്മൾ വെറുതെ കളഞ്ഞു. ഇന്ന്, ഈ നിമിഷം, നമ്മളൊരു യാത്ര പോവുകയാണ്. വെറും സ്വപ്നങ്ങൾ കാണുന്നവനിൽ നിന്ന് ലക്ഷ്യം നേടുന്നവനിലേക്കുള്ള യാത്ര. ലോകപ്രശസ്തരായ ചിന്തകർ ജെയിംസ് ക്ലിയറും നെപ്പോളിയൻ ഹില്ലും പൗലോ കൊയ്ലോയുമൊക്കെ പറഞ്ഞുവെച്ച രഹസ്യങ്ങൾ. അതാണ് നമ്മളിന്ന് അനാവരണം ചെയ്യാൻ പോകുന്നത്. ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടത് വെറും ആഗ്രഹം അഥവാ വിഷ് അല്ല, മറിച്ച് ഉറച്ച തീരുമാനമാണ്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കപ്പൽ തുറമുഖത്ത് കിടക്കുമ്പോൾ അത് സുരക്ഷിതമാണ്. പക്ഷേ കപ്പലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തുറമുഖത്ത് കിടക്കാനല്ല, അത് തിരമാലകളെ ഭേദിച്ച് മുന്നോട്ടു പോവാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതവും ആ കപ്പലിനെ പോലെയാണ്. ഭയമാകുന്ന, മടിയാകുന്ന തുറമുഖത്ത് കെട്ടിയിട്ടിരിക്കാനുള്ളതല്ല നിങ്ങളുടെ ഈ ജന്മം. പക്ഷേ ആ ചങ്ങല പൊട്ടിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തിരിച്ചറിവാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ, അത് നമ്മുടെ ഇന്നലത്തെ തീരുമാനങ്ങളുടെ ഫലമാണ്. നിങ്ങൾ ഇന്ന് സാമ്പത്തികമായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമാധാനം കിട്ടാതെ അലയുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം മുൻപെപ്പോഴോ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എടുക്കാൻ മടിച്ച ചില ശരിയായ തീരുമാനങ്ങൾ, അതാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. പക്ഷേ സന്തോഷകരമായ കാര്യമെന്താണെന്നോ? നിങ്ങളുടെ നാളെ അത് ഇന്നത്തെ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരിയായ തീരുമാനം, അതാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവി പറഞ്ഞിട്ടുണ്ട്, "Two roads diverged in a wood, and I took the one less traveled by, and that has made all the difference." കാട്ടിൽ പിരിഞ്ഞു പോകുന്ന 2 വഴികൾ, അതിലാരും സഞ്ചരിക്കാത്ത ബുദ്ധിമുട്ടുള്ള വഴി തിരഞ്ഞെടുത്തതാണ് എന്റെ ജീവിതം മാറ്റിയതെന്ന്. ഇന്ന് നിങ്ങളും ആ കവലയിൽ നിൽക്കുകയാണ്. ഏതു വഴി തിരഞ്ഞെടുക്കും? സുഖകരമായ മാറ്റങ്ങളില്ലാത്ത പഴയ വഴിയോ? അതോ വെല്ലുവിളികൾ നിറഞ്ഞ എന്നാൽ വിജയത്തിലേക്ക് നയിക്കുന്ന പുതിയ വഴിയോ? ഈ മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ പുതിയ വഴി എങ്ങനെ കണ്ടെത്താമെന്നാണ്. ഒരു ശില്പി പാറയിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ കൊത്തിക്കളഞ്ഞ് മനോഹരമായ ശില്പമുണ്ടാക്കുന്നതുപോലെ, നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ശീലങ്ങളെയും ചിന്തകളെയും കൊത്തിക്കളയാൻ പോവുകയാണ് നമ്മൾ. തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാം. ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല എന്ന്. എന്നാൽ യഥാർത്ഥ കാരണം അതൊന്നുമല്ല. യഥാർത്ഥ കാരണം വ്യക്തതയില്ലായ്മ അഥവാ ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്നയാളോട് എനിക്കൊരു ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തു ചോദിക്കും? എങ്ങോട്ട് എന്ന് ചോദിക്കും. അതിന് നിങ്ങൾ എനിക്കറിയില്ല, എവിടെയെങ്കിലും ആയാൽ മതി എന്ന് മറുപടി പറഞ്ഞാലോ? നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടില്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ജീവിതവും ഇതുപോലെയാണ്. നമുക്ക് വിജയിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എന്തിൽ വിജയിക്കണം എന്നറിയില്ല. നമുക്ക് സമ്പന്നനാകണം, പക്ഷേ എത്ര പണം വേണം, അതെപ്പോൾ വേണം എന്നറിയില്ല. വ്യക്തതയില്ലായ്മ ഒരു മൂടൽമഞ്ഞു പോലെയാണ്. അത് നിങ്ങളുടെ കഴിവിനെ മറച്ചുകളയും. നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മുടെ മസ്തിഷ്കം ഒരു മിസൈൽ ഗൈഡൻസ് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ലക്ഷ്യം സെറ്റ് ചെയ്താൽ മാത്രമേ അതിന് കൃത്യമായി പാത കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് ഈ യാത്രയിലെ ആദ്യത്തെ തീരുമാനം ഇതാണ്: ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി എഴുതി തയ്യാറാക്കും. ശ്രദ്ധിക്കുക, എഴുതി തയ്യാറാക്കും എന്നാണ് പറഞ്ഞത്. മനസ്സിൽ വിചാരിച്ചാൽ പോരാ. എന്തുകൊണ്ട് എഴുതണം? അതിനൊരു മാന്ത്രിക ശക്തിയുണ്ട്. നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ ലക്ഷ്യം എഴുതുമ്പോൾ നിങ്ങൾ ആ ചിന്തയെ അന്തരീക്ഷത്തിൽ നിന്ന് ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അതാണ് സൃഷ്ടിയുടെ ആദ്യത്തെ പടി. എഴുതി തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്നൊരു തെറ്റുണ്ട്. അവരൊരു നീണ്ട ലിസ്റ്റുണ്ടാക്കും.
എനിക്ക് പണം വേണം, എനിക്ക് യാത്രകൾ പോകണം, എനിക്ക് സിക്സ് പാക്ക് ഉണ്ടാക്കണം, എനിക്ക് പുതിയ ബിസിനസ് തുടങ്ങണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. ഇവിടെയാണ് നമുക്കൊരു വലിയ പാഠം പഠിക്കാനുള്ളത്. ലോക കോടീശ്വരനായ വോറൻ ബഫറ്റിന്റെ ജീവിതത്തിൽ നടന്നൊരു കഥയുണ്ട്. ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. ഒരിക്കൽ ബഫറ്റിന്റെ വിശ്വസ്തനായ പൈലറ്റ് മൈക്ക് ഫ്ലിന്റ് അദ്ദേഹത്തോട് തന്റെ കരിയറിനെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു. ബഫറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, മൈക്ക്, നീ നിന്റെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. മൈക്ക് കുറേ സമയമെടുത്ത് 25 കാര്യങ്ങൾ എഴുതി. അതിനുശേഷം ബഫറ്റ് പറഞ്ഞു, ഇനി ഇതിൽ നിന്ന് നിനക്ക് ഏറ്റവും ആവശ്യമുള്ള, നിന്റെ ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ട വെറും 5 കാര്യങ്ങൾ മാത്രം വട്ടം വരയ്ക്കുക. മൈക്ക് ആകെ കുഴഞ്ഞുപോയി. കാരണം എഴുതിയ 25 കാര്യങ്ങളും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടതായിരുന്നു. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം 5 എണ്ണം തിരഞ്ഞെടുത്തു. ഇപ്പോൾ മൈക്കിന്റെ കയ്യിൽ 2 ലിസ്റ്റുകളുണ്ട്. 1 തിരഞ്ഞെടുത്ത 5 കാര്യങ്ങൾ, ലിസ്റ്റ് എ. 2 ബാക്കി വന്ന 20 കാര്യങ്ങൾ, ലിസ്റ്റ് ബി. ബഫറ്റ് ചോദിച്ചു, മൈക്ക്, നീ ഈ ബാക്കി വന്ന 20 കാര്യങ്ങൾ, ലിസ്റ്റ് ബി, എന്തു ചെയ്യാൻ പോകുന്നു? മൈക്ക് ആവേശത്തോടെ പറഞ്ഞു, സർ, എന്റെ മുഴുവൻ ശ്രദ്ധയും ഞാൻ ആ 5 കാര്യങ്ങളിൽ കൊടുക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഈ ബാക്കി 20 കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. അവയും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബഫറ്റ് കർശനമായി പറഞ്ഞു, അല്ല മൈക്ക്, നിനക്ക് തെറ്റി. ആ ബാക്കി വന്ന 20 കാര്യങ്ങൾ, അവയാണ് നിന്റെ ഒഴിവാക്കേണ്ട ലിസ്റ്റ്. അവോയ്ഡ് അറ്റ് ഓൾ കോസ്റ്റ് ലിസ്റ്റ്. ആ തിരഞ്ഞെടുത്ത 5 കാര്യങ്ങൾ നേടുന്നതുവരെ ബാക്കി 20 കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കാൻ പോലും പാടില്ല. സുഹൃത്തേ, ഇതാണ് ഫോക്കസ്. ഇതാണ് ഏകാഗ്രത. നമ്മുടെ പരാജയത്തിന് കാരണം നമുക്ക് കഴിവില്ലാത്തതല്ല, മറിച്ച് ഒരേ സമയം 100 കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പായുന്നതാണ്. മുയലിനെ പിടിക്കാൻ നടക്കുന്നവൻ ഒരേ സമയം 2 മുയലിനെ പിടിക്കാൻ നോക്കിയാൽ ഒന്നിനെയും കിട്ടില്ല. സൂര്യപ്രകാശത്തിന് ചൂടുണ്ട്, പക്ഷെ അതിന് തീ കത്തിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ലെൻസ് വെച്ച് ആ പ്രകാശത്തെ ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അതിന് തീപ്പൊരി ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ ഊർജവും ഇതുപോലെയാണ്. ചിതറിപ്പോയാൽ അത് വെറും വെളിച്ചമാണ്. കേന്ദ്രീകരിച്ചാൽ അത് തീയുണ്ടാക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ 2ാമത്തെ തീരുമാനം ഇതാവട്ടെ. എന്റെ മുൻഗണനകൾ ഞാൻ നിശ്ചയിക്കും. അപ്രധാനമായവയോട് ഞാൻ നോ പറയും. എല്ലാത്തിനോടും യെസ് പറയുന്നതാണ് നല്ല മനുഷ്യന്റെ ലക്ഷണമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ വിജയത്തിന്റെ ഭാഷയിൽ അനാവശ്യമായ കാര്യങ്ങളോട് നോ പറയുന്നതാണ് ഏറ്റവും വലിയ ശരി. ലക്ഷ്യം സെറ്റ് ചെയ്തു, അനാവശ്യമായവ ഒഴിവാക്കി. പക്ഷെ പാതി വഴിയിൽ വെച്ച് പലരും ലക്ഷ്യം ഉപേക്ഷിക്കുന്നതെന്തുകൊണ്ടാണ്? ജിമ്മിൽ ചേരുന്ന 90% ആളുകളും 3 മാസം കൊണ്ട് നിർത്തുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ 10 വീഡിയോ ഇട്ട് മടുക്കുന്നു. എന്തുകൊണ്ട്? ഉത്തരം ലളിതമാണ്. അവരുടെ വൈ ശക്തമല്ല. എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളതുപേക്ഷിക്കും. ഫ്രെഡറിക് നീറ്റ്ഷെ പറഞ്ഞ മനോഹരമായ ഒരു വരിയുണ്ട്. ഹീ ഹു ഹാസ് എ വൈ ടു ലിവ് ഫോർ ക്യാൻ ബെയർ ഓൾമോസ്റ്റ് എനിഹൗ. ജീവിക്കാൻ ശക്തമായ ഒരു കാരണമുള്ളവന് എന്ത് കഷ്ടപ്പാടിനെയും അതിജീവിക്കാൻ കഴിയും. ഒന്നാലോചിച്ചു നോക്കൂ. ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അലാം അടിച്ചാൽ നിങ്ങളത് ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. എന്നാൽ നാളെ രാവിലെ 5 മണിക്ക് നിങ്ങൾക്ക് ദുബായിലേക്ക് പോകാനുള്ള വിമാനമുണ്ടെന്ന് കരുതുക. ആ യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു ജോലിക്കു വേണ്ടിയാണെന്നും കരുതുക. നിങ്ങൾ അലാം കേൾക്കാതെ കിടന്നുറങ്ങുമോ? ഇല്ല. അലാം അടിക്കുന്നതിനു മുൻപേ നിങ്ങൾ ഉണർന്നിട്ടുണ്ടാകും. അതുപക്ഷേ ആ രാത്രി നിങ്ങൾക്ക് ഉറക്കം പോലും വന്നിട്ടുണ്ടാകില്ല. എന്താണിവിടെ മാറിയത്? നിങ്ങളിലെ വ്യക്തി മാറിയോ? ഇല്ല. സമയം മാറിയോ? ഇല്ല. മാറിയത് നിങ്ങളുടെ ലക്ഷ്യത്തിനോടുള്ള ആവേശമാണ്. ആ യാത്രയ്ക്ക് പിന്നിലെ വൈ അത്രയ്ക്കും ശക്തമാണ്. ലക്ഷ്യം നേടാൻ കഷ്ടപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളതിതാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഉറക്കം തരാത്ത ഒന്നായിരിക്കണം. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞതോർക്കുന്നില്ലേ? ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. നിങ്ങളുടെ ലക്ഷ്യം വെറും പണം മാത്രമാണെങ്കിൽ വഴിയിൽ തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾ മടുത്തുപോകും. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനാണെങ്കിലോ, അല്ലെങ്കിൽ ലോകത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ചെയ്യാനാണെങ്കിലോ, ആരും നിങ്ങളെ തളർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ സ്വയം ചോദിക്കുക,
ഞാൻ എന്തിനാണ് ഈ ലക്ഷ്യം തിരഞ്ഞെടുത്തത്? ഇതെന്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനാണോ? ഇതെന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണോ? ഇതെനിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടിയാണോ? ആ കാരണം അത് നിങ്ങളുടെ ഡയറിയിൽ വലുതായി എഴുതിവെക്കുക. നിങ്ങൾ തളരുമ്പോൾ മടുക്കുമ്പോൾ ആ വരികൾ വായിക്കുക. അത് നിങ്ങളിൽ പുതിയൊരു ഊർജം നിറയ്ക്കും. സ്വപ്നം കണ്ടു, കാരണം കണ്ടെത്തി, ഇനി വേണ്ടത് പ്രവർത്തിക്കുക എന്നതാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ വലിയ ഒരു കെണിയിൽ വീഴുന്നത്. നമ്മൾ വിചാരിക്കും, നാളെ മുതൽ ഞാൻ എല്ലാം തുടങ്ങും, ദിവസവും 5 മണിക്കൂർ പഠിക്കും, 2 മണിക്കൂർ വ്യായാമം ചെയ്യും. ഇതൊരു മണ്ടത്തരമാണ് സുഹൃത്തേ. നമ്മുടെ മസ്തിഷ്കം മാറ്റങ്ങളെ ഭയപ്പെടുന്നു. പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മനസ്സ് അതിനെ എതിർക്കും. ഇതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ജാപ്പനീസ് തത്വമായ കൈസൻ നമ്മളെ സഹായിക്കുന്നത്. കേട്ടിട്ടുണ്ടോ കൈസനെക്കുറിച്ച്? വലിയ മല കയറാൻ നോക്കിയാൽ തലകറക്കം വരും. എന്നാൽ അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് മാത്രം ചിന്തിച്ചാലോ? അതെളുപ്പമാണ്. വലിയ തീരുമാനങ്ങൾ എടുത്ത് പരാജയപ്പെടുന്നതിലും നല്ലത് ചെറിയ ശീലങ്ങൾ അഥവാ മൈക്രോ ഹാബിറ്റ്സ് ഉണ്ടാക്കി വിജയിക്കുന്നതാണ്. ദിവസവും 10 പേജ് വായിക്കണമെന്ന് വാശി പിടിക്കാതെ ദിവസവും ഒരു പാരഗ്രാഫ് വായിക്കും എന്ന് തീരുമാനിക്കുക. ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യുമെന്ന് പറയാതെ ദിവസവും 5 മിനിറ്റ് നടക്കും എന്ന് തീരുമാനിക്കുക. നിങ്ങൾ ചോദിക്കും, ഈ 5 മിനിറ്റ് കൊണ്ട് എന്ത് മാറ്റം വരാനാണ് എന്ന്. പക്ഷേ ആ 5 മിനിറ്റ് നിങ്ങളിലുണ്ടാക്കുന്നത് ഒരു ശീലം അഥവാ ഹാബിറ്റാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്ന ആ ചെറിയ പ്രവൃത്തി കാലക്രമേണ വലിയൊരു മാറ്റമായി മാറും. ഇതിനെയാണ് കമ്പൗണ്ടിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓർക്കുക, റോം നഗരം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, പക്ഷേ ഓരോ ദിവസവും അവർ ഓരോ ഇഷ്ടിക വയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതമാകുന്ന കോട്ട പണിയാൻ ഇന്ന് നിങ്ങൾ വയ്ക്കുന്ന ഇഷ്ടിക ഏതാണ്? നമ്മൾ ചെറിയ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും, ദിവസവും വ്യായാമം അല്ലെങ്കിൽ വായന. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കും, എന്താ ഒരു മാറ്റവുമില്ലാത്തത്? 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ നിരാശരാകും. ഇതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത്. നമ്മൾ വിചാരിക്കുന്നത് വിജയം എന്നത് ഒരു നേർരേഖ അഥവാ ലീനിയർ പോലെയാണെന്നാണ്. എത്ര കഷ്ടപ്പെടുന്നോ അത്രയും ഫലം അപ്പോൾ തന്നെ കിട്ടണമെന്ന്. പക്ഷേ പ്രകൃതിയുടെ നിയമം അതല്ല. ചൈനീസ് മുളയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വിത്തുപാകി, വെള്ളമൊഴിച്ചു, വളമിട്ടു. ആദ്യത്തെ വർഷം ഒന്നും സംഭവിച്ചില്ല. മണ്ണിനു മുകളിൽ ഒരു പച്ചപ്പ് പോലുമില്ല. 2ാമത്തെ വർഷം ഇതേ പരിചരണം തുടരുന്നു, അപ്പോഴും മാറ്റമില്ല. 3ാമത്തെ വർഷം, 4ാമത്തെ വർഷം, അപ്പോഴും ആ വിത്ത് മണ്ണിനടിയിൽ തന്നെ കിടക്കുന്നു. കാണുന്നവർ കളിയാക്കിയേക്കാം, നീ വെറുതെ വെള്ളം കളയുകയാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ 5ാമത്തെ വർഷമോ? വെറും 6 ആഴ്ച കൊണ്ട് ആ മുള 80 അടി ഉയരത്തിലേക്ക് വളർന്നു പന്തലിക്കുന്നു. ചോദ്യമിതാണ്, ആ മുള വളർന്നത് 6 ആഴ്ച കൊണ്ടാണോ അതോ 5 വർഷം കൊണ്ടാണോ? ഉത്തരം 5 വർഷം കൊണ്ട്. ആ ആദ്യത്തെ 4 വർഷം അത് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. 80 അടി ഉയരത്തിൽ നിൽക്കാനാവശ്യമായ വേരുകൾ അത് മണ്ണിനടിയിൽ പടർത്തുകയായിരുന്നു. ആ വേരുകളില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ കാറ്റിൽ അത് നിലം പൊത്തിയേനെ. ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പ്ലേറ്റോ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ എന്നാണ്. ഒരു ഐസ് കട്ട -4 ഡിഗ്രിയിലിരിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ മുറിയിലെ ചൂട് കൂട്ടുന്നു. -3 ഡിഗ്രി, -2 ഡിഗ്രി, -1 ഡിഗ്രി. ഐസിന് യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ ചെയ്ത അധ്വാനം വെറുതെയായോ? ഇല്ല. 0 ഡിഗ്രി എത്തുമ്പോൾ പെട്ടെന്ന് ആ ഐസ് ഉരുകാൻ തുടങ്ങുന്നു. ആ ഒരൊറ്റ ഡിഗ്രി മാറ്റം കൊണ്ടല്ല അത് സംഭവിച്ചത്. അതിനു മുൻപ് നടന്ന എല്ലാ മാറ്റങ്ങളും ചേർന്നാണ് ആ നിമിഷമുണ്ടായത്. സുഹൃത്തേ, നിങ്ങൾ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ടാകാം, ഫലം കാണുന്നില്ലായിരിക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങൾ ആ ഐസ് ക്യൂബ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അധ്വാനം എവിടെയും പോയിട്ടില്ല, അത് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. പൊട്ടിമുളയ്ക്കാനുള്ള സമയം വരും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയാണ് വിജയത്തിലേക്കുള്ള വഴി. കല്ലുവെട്ടുകാരനെ കണ്ടിട്ടില്ലേ? അയാൾ 100 തവണ വലിയ ചുറ്റിക കൊണ്ട് പാറയിലടിക്കുന്നു. പാറയിലൊരു വിള്ളലുപോലും വീഴില്ല. പക്ഷേ 101ാമത്തെ അടിയിൽ ആ പാറ 2ആയി പിളരുന്നു. അതാ അവസാനത്തെ അടിയുടെ മാത്രം ശക്തി കൊണ്ടല്ല, മറിച്ച് മുൻപ് ചെയ്ത 100 അടികളുടെയും ആകത്തുകയാണ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര രഹസ്യത്തിലേക്ക് കടക്കുകയാണ്. പുതിയ വർഷത്തിൽ നമ്മൾ തീരുമാനമെടുക്കും, എനിക്ക് പുകവലി നിർത്തണം, അല്ലെങ്കിൽ എനിക്ക് 10 കിലോ കുറയ്ക്കണം. ഇതൊക്കെ ഫലങ്ങൾ അഥവാ ഔട്ട്കംസാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്ത് നേടണം എന്നതിലാണ്. എന്നാൽ യഥാർത്ഥ മാറ്റം വരുന്നത് ഞാൻ ആരാകണം എന്ന് ചിന്തിക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം പറയാം.
പുകവലി നിർത്താൻ ശ്രമിക്കുന്ന രണ്ടുപേർ. ആരോ ഒരാൾ വന്ന് അവർക്ക് സിഗരറ്റ് വെച്ച് നീട്ടുന്നു. ആദ്യത്തെയാൾ പറയുന്നു, വേണ്ട, ഞാൻ പുകവലി നിർത്താൻ ശ്രമിക്കുകയാണ്. കേൾക്കുമ്പോൾ നല്ല മറുപടിയായി തോന്നാം, പക്ഷേ ആ മറുപടിയിൽ ഒരു പിശുകുണ്ട്. അയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് താൻ ഒരു പുകവലിക്കാരനാണെന്നാണ്. താൻ പുകവലിക്കാരനാണ്, പക്ഷേ ഇപ്പോൾ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിന്റെ ഉള്ളിൽ അയാളുടെ ഐഡന്റിറ്റി മാറിയിട്ടില്ല. രണ്ടാമത്തെയാൾ പറയുന്നു, വേണ്ട, ഞാൻ പുകവലിക്കാറില്ല. ചെറിയ വ്യത്യാസം, പക്ഷേ വലിയ അർത്ഥം. അയാൾ പഴയ സ്വഭാവത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. താനിപ്പോൾ വേറൊരാളാണ്, താൻ പുകവലിക്കാത്ത ഒരാളാണ്. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം മാറാതെ പുറമേ എന്തു മാറ്റം വരുത്തിയാലും അത് അധികകാലം നിലനിൽക്കില്ല. എനിക്കൊരു പുസ്തകം എഴുതണം എന്നു പറയുന്നതിനു പകരം ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് സ്വയം പറയുക. എനിക്ക് മാരത്തോൺ ഓടണം എന്നു പറയുന്നതിനു പകരം ഞാനൊരു അത്ലറ്റാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ആരാണോ അതാണ് നിങ്ങൾ പ്രവർത്തിക്കുക. ഒരു ആരോഗ്യവാനായ മനുഷ്യൻ എന്തു ചെയ്യും? അയാൾ ജങ്ക് ഫുഡ് കഴിക്കുമോ? ഇല്ല. അപ്പോൾ ജങ്ക് ഫുഡ് കാണുമ്പോൾ സ്വയം ചോദിക്കുക, ഒരു ആരോഗ്യവാനായ മനുഷ്യൻ ഇത് കഴിക്കുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം മതി നിങ്ങളുടെ തീരുമാനം ശരിയാക്കാൻ. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നല്ല, ഫേക്ക് ഇറ്റ് ടിൽ യു ബിക്കം ഇറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി ഇന്ന് തന്നെ ജീവിച്ചു തുടങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, നടക്കുമ്പോൾ ആ വിജയിച്ച മനുഷ്യനായി അഭിനയിക്കുക. ക്രമേണ ആ അഭിനയം നിങ്ങളുടെ ജീവിതമായി മാറും. മനക്കരുത്തും ഇച്ഛാശക്തിയും മാത്രം മതി വിജയിക്കാൻ എന്ന് പലരും പറയും. എന്നാൽ അത് വെറും നുണയാണ്. മനുഷ്യന്റെ ഇച്ഛാശക്തി ഒരു ബാറ്ററി പോലെയാണ്. രാവിലെ അത് ഫുൾ ചാർജ് ആയിരിക്കും, പക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കും അത് തീരും. അതുകൊണ്ട് എപ്പോഴും ഇച്ഛാശക്തിയെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടത് സാഹചര്യം മാറ്റുക എന്നതാണ്. നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യണം, പക്ഷെ നിങ്ങളുടെ ഫ്രിഡ്ജ് നിറയെ ഐസ്ക്രീമും ചോക്ലേറ്റുമാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പരാജയപ്പെടും, ഉറപ്പ്. നിങ്ങൾക്ക് പഠിക്കണം, പക്ഷെ പഠിക്കുന്ന മേശയിൽ മൊബൈൽ ഫോൺ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറും. വിജയികൾ അവരുടെ സാഹചര്യത്തെ ഡിസൈൻ ചെയ്യുന്നവരാണ്. ശരിയായ തീരുമാനമെടുക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ നിങ്ങളുടെ ചുറ്റുപാട് മാറ്റുക. തെറ്റായ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണമെന്നുണ്ടോ? തലേദിവസം രാത്രി തന്നെ ജിം വസ്ത്രങ്ങളും ഷൂസും എടുത്ത് കട്ടിലിനടുത്ത് വയ്ക്കുക. രാവിലെ എഴുന്നേറ്റാൻ ആദ്യം കാണുന്നത് അതായിരിക്കണം. നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നത് ശീലമാക്കണോ? നിങ്ങൾ ഇരിക്കുന്ന എല്ലാ സ്ഥലത്തും വെള്ളം നിറച്ച കുപ്പികൾ വയ്ക്കുക. കണ്ണിന് മുന്നിൽ കാണുന്നതാണ് നമ്മൾ ചെയ്യുക. ഔട്ട് ഓഫ് സൈറ്റ്, ഔട്ട് ഓഫ് മൈൻഡ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ വയ്ക്കുക. സ്വപ്നങ്ങളെ ഒളിപ്പിച്ചു വെക്കരുത്, അത് ഭിത്തിയിൽ എഴുതി ഒട്ടിക്കുക. മൊബൈലിന്റെ വാൾപേപ്പറാക്കുക. നിങ്ങളുടെ പരിസരം നിങ്ങളോട് സംസാരിക്കണം. നീ എഴുന്നേൽക്ക്, നിനക്ക് ജയിക്കാനുള്ളതാണ് എന്ന പരിസരം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് വ്യക്തമായ പ്ലാനുണ്ട്, സാഹചര്യവും ഒരുക്കി. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഴയ മടി, പ്രൊക്രാസ്റ്റിനേഷൻ വീണ്ടും വരുന്നു. ഇന്ന് തുടങ്ങണോ, നാളെ ആകട്ടെ എന്ന് മനസ്സ് മന്ത്രിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നോ? തുടങ്ങുക എന്നതാണ്. സ്റ്റാർട്ടിംഗ് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട്. ന്യൂട്ടന്റെ ചലന നിയമം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു പുറമേ നിന്നൊരു ശക്തി പ്രയോഗിക്കുന്നതുവരെ നിശ്ചലമായി തന്നെ തുടരും. നമ്മുടെ മനസ്സിനും ഇതേ നിയമം ബാധകമാണ്. ഒരിക്കൽ സോഫയിലിരുന്നു പോയാൽ അവിടുന്ന് എഴുന്നേൽക്കാൻ വലിയ പാടാണ്. പക്ഷെ ഒരിക്കൽ നടക്കാൻ തുടങ്ങിയാലോ? പിന്നെ നടക്കാൻ എളുപ്പമാണ്. ഈ തുടക്കത്തിലെ മടി മാറ്റാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു തന്ത്രമുണ്ട്. അതാണ് 2 മിനിറ്റ് റൂൾ, 2 മിനിറ്റ് നിയമം. നിയമം ഇത്രയുള്ളൂ: നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏതൊരു പുതിയ ശീലവും അത് ചെയ്യാൻ 2 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കാൻ പാടില്ല. ദിവസവും 30 മിനിറ്റ് വായന എന്ന് തീരുമാനിക്കരുത്. പകരം ഞാൻ 1 പേജ് വായിക്കും എന്ന് തീരുമാനിക്കുക. ദിവസവും 5 കിലോമീറ്റർ ഓടും എന്ന് തീരുമാനിക്കരുത്. പകരം ഞാൻ എൻ്റെ ഷൂസ് ഇട്ട് വീടിന് പുറത്തിറങ്ങും എന്ന് മാത്രം തീരുമാനിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, വെറും ഷൂസ് ഇട്ടതുകൊണ്ട് എന്ത് കാര്യമെന്ന്. കാര്യമുണ്ട്. ലക്ഷ്യം ഓടുക എന്നതല്ല, ലക്ഷ്യം തുടങ്ങുക എന്നതാണ്. ഒരിക്കൽ നിങ്ങൾ ഷൂസ് ഇട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെറുതെ തിരിച്ചു കയറുമോ? ഇല്ല. നിങ്ങൾ കുറച്ചു ദൂരമെങ്കിലും ഓടും. 1 പേജ് വായിക്കാൻ പുസ്തകം തുറന്നാൽ അറിയാതെ തന്നെ നിങ്ങൾ 5 പേജ് വായിച്ചു പോകും. വിജയിക്കുന്നവർ ചെയ്യുന്നതിതാണ്. അവർ വലിയ കാര്യങ്ങളെ പേടിപ്പിക്കുന്നില്ല. അവർ വെറും ഷൂസ് ഇടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആദ്യത്തെ 2 മിനിറ്റ്, അതാണ് വിജയം. ബാക്കിയെല്ലാം തനിയെ സംഭവിച്ചോളും. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങളെടുക്കാൻ വൈകുന്നതെന്തുകൊണ്ടാണ്? എല്ലാം തികഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആവണം എന്ന ചിന്ത കൊണ്ടാണ്. പെർഫെക്ഷനിസം, അത് വിജയത്തിന്റെ ശത്രുവാണ്. ഇതൊരു കഥയിലൂടെ പറയാം. ഒരു കളിമൺ പാത്ര നിർമ്മാണ ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളെ 2 ഗ്രൂപ്പായി തിരിച്ചു. ഗ്രൂപ്പ് എയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ മാർക്കിടുന്നത് നിങ്ങളുണ്ടാക്കുന്ന പാത്രങ്ങളുടെ എണ്ണം, ക്വാണ്ടിറ്റി നോക്കിയാണ്. 50 കിലോ പാത്രമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും. ഭംഗി നോക്കില്ല. ഗ്രൂപ്പ് ബിയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരേ ഒരു പാത്രം മാത്രം ഉണ്ടാക്കിയാൽ മതി, പക്ഷേ അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഗുണമേന്മ, ക്വാളിറ്റി നോക്കിയാണ് ഞാൻ മാർക്കിടുക. പരീക്ഷ അവസാനിച്ചു. ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ക്ലാസ്സിലെ ഏറ്റവും മനോഹരമായ പാത്രങ്ങൾ നിർമ്മിച്ചത് ആരാണെന്നോ?
അത് ഗ്രൂപ്പ് എ ആയിരുന്നു, ദ ക്വാണ്ടിറ്റി ഗ്രൂപ്പ്. അതെങ്ങനെ സംഭവിച്ചു? ഗ്രൂപ്പ് ബിയിലെ കുട്ടികൾ ഏറ്റവും മികച്ച പാത്രം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് സമയം കളഞ്ഞു. അവർ മണ്ണിൽ തൊട്ടതേയില്ല. എന്നാൽ ഗ്രൂപ്പ് എയിലെ കുട്ടികൾ അവർക്ക് കിട്ടിയ സമയം മുഴുവൻ പാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആദ്യത്തെ പാത്രം മോശമായിരുന്നു, രണ്ടാമത്തേത് കുറച്ചു മെച്ചപ്പെട്ടു, 10ാമത്തേത് അതിലും നന്നായി. അങ്ങനെ 100 പാത്രങ്ങൾ ഉണ്ടാക്കിയപ്പോഴേക്കും അവരുടെ കൈകൾക്ക് വഴക്കം വന്നു. അവർ തെറ്റുകളിൽ നിന്ന് പഠിച്ചു. അങ്ങനെ അവർ മാസ്റ്റർമാരായി മാറി. ജീവിതവും ഇതുപോലെയാണ്. ആദ്യത്തെ വീഡിയോ മോശമായിരിക്കും, ആദ്യത്തെ ബിസിനസ് പരാജയപ്പെട്ടേക്കാം, ആദ്യത്തെ എഴുത്ത് ആരും വായിച്ചിരിക്കില്ല. സാരമില്ല, നിങ്ങൾ തുടങ്ങുക, ചെയ്തുകൊണ്ടേയിരിക്കുക. ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി തനിയെ വരും. ആലോചിച്ച് സമയം കളയാതെ ആ മണ്ണിൽ കൈവയ്ക്കുക. തെറ്റുകൾ പറ്റട്ടെ, ഓരോ തെറ്റും ഓരോ പാഠമാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന ഒരു ഘടകമുണ്ട്: നിങ്ങളുടെ ചുറ്റുമുള്ളവർ. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ജിം റോൺ പറഞ്ഞിട്ടുണ്ട്, യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾ എപ്പോഴും പരാതി പറയുന്നവരാണോ? എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണോ? എങ്കിൽ സൂക്ഷിക്കുക, അറിയാതെ നിങ്ങളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കഴുകനെ പോലെ ആകാശത്ത് പറക്കണമെന്നുണ്ടെങ്കിൽ കോഴികളുടെ കൂടെ നടക്കരുത്. കോഴികൾക്ക് താഴെ നോക്കി മണ്ണിൽ ചികയാനേ അറിയൂ. കഴുകന്മാർക്ക് മേഘങ്ങൾക്ക് മുകളിൽ പറക്കാനാണിഷ്ടം. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ അത് മനസ്സിലാക്കുന്നവരുടെ കൂടെ ചേരുക. നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ വിജയിച്ച ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. അവരുടെ സംസാരം, അവരുടെ ചിന്താഗതി അത് നിങ്ങളിലേക്ക് പകർന്നു കിട്ടും. പലപ്പോഴും കഠിനമായ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. ചില സൗഹൃദങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അത് വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് അനിവാര്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരെയല്ല, അതിന് ചിറക് നൽകുന്നവരെയാണ് നിങ്ങൾക്കാവശ്യം. നിങ്ങളുടെ മൊബൈലിലെ കോൺടാക്റ്റ് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച 5 പേർ ആരാണ്? അവർ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ അതോ അകറ്റുന്നുണ്ടോ? ആ ഉത്തരം നിങ്ങളുടെ ഭാവി തീരുമാനിക്കും. വിജയികളെ വിജയികളാക്കുന്നതെന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും പാഷനാണെന്ന്. എന്നാൽ പാഷനേക്കാൾ വലിയൊരു സത്യമുണ്ട്, എല്ലാവരും പറയാൻ മടിക്കുന്ന സത്യം. വിജയികളും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം മടുപ്പ് സഹിക്കാനുള്ള കഴിവാണ്. ജിമ്മിൽ പോകുന്ന ആദ്യത്തെ ആഴ്ച നല്ല രസമാണ്, ശരീരം വേദനിക്കുന്നുണ്ടെങ്കിലും ഒരാവേശമുണ്ട്. പക്ഷേ 3ാമത്തെ ആഴ്ചയോ? ഒരേ വ്യായാമം, ഒരേ ഭക്ഷണം, ഒരേ റൂട്ടീൻ. ഭയങ്കര ബോറടിയാണല്ലേ? ഇവിടെയാണ് ഭൂരിഭാഗം പേരും നിർത്തുന്നത്. ഇതെനിക്ക് പറ്റിയ പണിയല്ല, എനിക്ക് പുതിയ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് അവർ അടുത്തതിലേക്ക് ചാടും. എന്നാൽ വിജയികൾ, അവർക്കും ബോറടിക്കുന്നുണ്ട്, അവർക്കും മടുക്കുന്നുണ്ട്, പക്ഷെ അവർ നിർത്തുന്നില്ല. വിജയമെന്നത് ഗ്ലാമറസായ ഒന്നല്ല, അത് ദിവസവും ചെയ്യുന്ന വിരസമായ കാര്യങ്ങളുടെ ആകത്തുകയാണ്. ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആ നിമിഷം മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനു പിന്നിൽ ആരും കാണാതെ ഒരേ കാര്യം 1000 വട്ടം ആവർത്തിച്ച മടുപ്പിക്കുന്ന വർഷങ്ങളുണ്ട്. നിങ്ങൾക്ക് വിജയിക്കണോ? എങ്കിൽ മടുപ്പിനെ സ്നേഹിക്കാൻ പഠിക്കുക. ആവേശം പോയാലും മൂടില്ലെങ്കിലും ചെയ്യേണ്ട കാര്യം ചെയ്യാനുള്ള മനസ്സ്, അതാണ് പ്രൊഫഷണലിസം, അതാണ് വിജയത്തിന്റെ രഹസ്യം. നിങ്ങളുടെ വളർച്ചയെ തല്ലിക്കൊഴിക്കുന്ന ഏറ്റവും വലിയ വിഷമെന്താണെന്നറിയാമോ? അതാണ് താരതമ്യം, അതായത് കമ്പാരിസൺ. നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്നു. കൂട്ടുകാരൻ പുതിയ കാർ വാങ്ങി, മറ്റൊരാൾ വിദേശത്ത് പോയി, വേറൊരാൾ വീട് വെച്ചു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ വേദന. ഞാൻ മാത്രം എവിടെയും എത്തിയില്ലല്ലോ എന്ന ചിന്ത. ഇവിടെ നമ്മളൊരു വലിയ അബദ്ധം കാണിക്കുന്നുണ്ട്. നമ്മൾ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ തുടക്കത്തെ അവരുടെ മധ്യത്തോടാണ്, അല്ലെങ്കിൽ നമ്മുടെ തിരശ്ശീലയ്ക്ക് പിന്നിലെ കഷ്ടപ്പാടുകളെ അവരുടെ ഹൈലൈറ്റ് റീൽസുമായാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. ഓർക്കുക, സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യമില്ല, രണ്ടും അവരുടേതായ സമയത്ത് പ്രകാശിക്കുന്നു. മറ്റൊരാളുടെ പാതയും നിങ്ങളുടെ പാതയും വ്യത്യസ്തമാണ്. അവരുടെ വിജയങ്ങൾ കണ്ട് നിങ്ങൾ തളരരുത്, പകരം അത് സാധ്യമാണ് എന്നതിന്റെ തെളിവായി അതിനെ കാണുക. നിങ്ങൾ മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല, നിങ്ങൾ മത്സരിക്കേണ്ടത് ഇന്നലത്തെ നിങ്ങളോട് മാത്രമാണ്. ഇന്നലത്തേക്കാൾ 1% മെച്ചപ്പെടാൻ ഇന്നെനിക്ക് കഴിഞ്ഞോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങളുടെ അധ്യായം 1 മറ്റൊരാളുടെ അധ്യായം 20മായി താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ കഥ നിങ്ങളുടേതു മാത്രമാണ്. ആ പേന മറ്റാർക്കും കൊടുക്കരുത്. വിജയം പതുക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടുതന്നെ നമ്മൾ ശരിയായ വഴിയിലാണോ എന്നിടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്ങനെ? ഇവിടെയാണ് വിഷ്വൽ മെഷർമെന്റ് എന്ന ആശയം വരുന്നത്. കാനഡയിലെ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ട്രെൻഡ് ഡിറിസ്മിത്ത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ച ഒരു തന്ത്രമുണ്ട്. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് 2 ജാറുകളുണ്ടായിരുന്നു. ഒന്നിൽ 120 പേപ്പർ ക്ലിപ്പുകളും മറ്റേത് കാലിയും.
ഓരോ ദിവസവും അദ്ദേഹം ഓരോ സെയിൽസ് കോൾ ചെയ്യുമ്പോഴും നിറഞ്ഞ ജാറിൽ നിന്നും ഒരു ക്ലിപ്പെടുത്ത് കാലിയായ ജാറിലേക്കിടും. ആ 120 ക്ലിപ്പുകളും കാലിയായ ജാറിലേക്ക് എത്തുന്നതുവരെ അദ്ദേഹം ജോലി നിർത്താറില്ല. ലളിതമായ തന്ത്രം, പക്ഷേ ഫലം? അദ്ദേഹം ആ കമ്പനിയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി. നിങ്ങളുടെ പുരോഗതി കണ്ണിനു മുന്നിൽ കാണണം. ഒരു കലണ്ടർ എടുക്കുക. ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം ചെയ്തോ എങ്കിൽ അതിൽ വലിയൊരു എക്സ് മാർക്കിടുക. നാളെയും ചെയ്യുക, മറ്റന്നാളും ചെയ്യുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു ചങ്ങല രൂപപ്പെടും. പിന്നീടുള്ള നിങ്ങളുടെ ലക്ഷ്യം ആ ചങ്ങല പൊട്ടിക്കാതിരിക്കുക എന്നത് മാത്രമാണ്. മടുപ്പു തോന്നുമ്പോൾ ആ കലണ്ടറിലേക്ക് നോക്കുക. അത്രയും ദിവസത്തെ നിങ്ങളുടെ അധ്വാനം അവിടെ കാണാം. അത് പാഴാക്കാൻ നിങ്ങൾക്ക് മനസ്സുവരില്ല. പുരോഗതി കാണുമ്പോൾ മനുഷ്യന് ആവേശം കൂടും. അത് തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിജയങ്ങളെ ചെറുതാണെങ്കിലും അടയാളപ്പെടുത്തുക. നമ്മൾ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. നമുക്ക് തെറ്റുകൾ പറ്റാം. ചില ദിവസങ്ങളിൽ മടി തോന്നാം. ചിലപ്പോൾ ആ ചങ്ങല പൊട്ടിപ്പോകാം. ഒരു ദിവസം ജിമ്മിൽ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം ഡയറ്റ് തെറ്റിച്ചു. പലരും വിചാരിക്കുന്നത് അതോടെയെല്ലാം തീർന്നു എന്നാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നു പറഞ്ഞ് അവരെല്ലാം ഉപേക്ഷിക്കും. ഇതിനെയാണ് ഓൾ ഓർ നത്തിങ് ചിന്താഗതി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു വിജയി ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഒരു ദിവസം മുടങ്ങിയാൽ അത് പരാജയമല്ല, അതൊരു ഇടവേള, ബ്രേക്ക് മാത്രമാണ്. പ്രധാനപ്പെട്ട നിയമം ഇതാണ്: നെവർ മിസ് ട്വൈസ്. 2 തവണ തുടർച്ചയായി മുടക്കരുത്. ഒരു ദിവസം മുടങ്ങിയോ, സാരമില്ല, അടുത്ത ദിവസം തന്നെ തിരിച്ചുവരിക. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ തെറ്റിൽ തന്നെ കിടക്കുന്നതാണ് പരാജയം. ഒരു പ്ലേറ്റ് ഭക്ഷണം മോശമായി എന്ന് കരുതി ആരും മുഴുവൻ ബഫേയും ഉപേക്ഷിക്കാറില്ലല്ലോ. അതുപോലെ ഒരു ദിവസം മോശമായി എന്ന് കരുതി നിങ്ങളുടെ വർഷം മുഴുവൻ ഉപേക്ഷിക്കരുത്. തിരിച്ചുവരവാണ് പ്രധാനം. ദ കം ബാക്ക് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സെറ്റ് ബാക്ക്. നമ്മുടെ സമയം അവസാനിക്കാറായിരിക്കുന്നു. ഈ 60 മിനിറ്റ് ഇത് വെറുമൊരു കേൾവിയായി അവസാനിക്കരുത്. ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാവണം. ഓർക്കുക, വലിയ ലക്ഷ്യങ്ങൾ കുറിച്ചെടുക്കുക. അതിൽ നിന്ന് 5 പ്രധാനപ്പെട്ടവ തെരഞ്ഞെടുക്കുക. എന്തിനാണിത് ചെയ്യുന്നത് എന്ന വൈ കണ്ടെത്തുക. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ 2 മിനിറ്റ് നിയമത്തിലൂടെ മുന്നേറുക. ഫലം കാണാൻ കാത്തിരിക്കുക. ക്ഷമയോടെ, മുള വളരുന്നതുപോലെ. ഐഡന്റിറ്റി മാറ്റുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ ക്രമീകരിക്കുക. വീണുപോയാൽ വീണ്ടും എഴുന്നേൽക്കുക. നിങ്ങളുടെ ജീവിതമെന്ന പുസ്തകത്തിലെ അടുത്ത അധ്യായം എഴുതേണ്ടത് നിങ്ങളാണ്. അതെങ്ങനെയായിരിക്കണം? പഴയതുപോലെ തന്നെ മതിയോ? അതോ ആവേശകരമായ ഒരു ത്രില്ലറാവണോ? പേന നിങ്ങളുടെ കയ്യിലാണ്. തീരുമാനം നിങ്ങളുടേതാണ്. ഇന്ന്, ഈ നിമിഷം, കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പുതിയ വ്യക്തിയെ മനസ്സിൽ കാണുക. അയാൾ ചിരിക്കുന്നു, വിജയിക്കുന്നു, സന്തോഷിക്കുന്നു. ആ വ്യക്തി നിങ്ങളാണ്. ആ വ്യക്തിയാവാൻ നിങ്ങൾക്ക് കഴിയും. വിശ്വസിക്കുക, പ്രവർത്തിക്കുക, നേടുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചമായെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. നമുക്ക് ഒരുമിച്ച് വളരാം. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി.